റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കോഴിക്കോട് വീണ്ടും ലോൺ ആപ്പ് ഭീഷണി. മൂഴിക്കൽ സ്വദേശി മനു സുഗർണനാണ് ലോൺ ആപ്പിൽ നിന്ന് ഭീഷണി സന്ദേശം വന്നത്. ഒരു വർഷം മുമ്പ് ലോൺ ആപ്പ് ഡൗൺലോഡ് ചെയ്തിരുന്നുവെങ്കിലും മനു അതുവഴി പണം എടുത്തിരുന്നില്ല. സിബിൽ സ്കോർ ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടി ലോൺ റിജക്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. 3500 രൂപ തിരിച്ചടയ്ക്കണമെന്ന് കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഭീഷണി വരുന്നത്. യുവാവിന്റെ മോർഫ് ചെയ്ത ചിത്രങ്ങളും നിരവധി പേർക്ക് ഇവർ അയച്ചു നൽകിയിട്ടുണ്ട്. യുവാവിന്റെ വാക്കുകളിലേക്ക്. എനിക്ക് ഇന്ന് രാവിലെ ഒരു കോൾ വരികയായിരുന്നു. ഒരു ഹിന്ദിക്കാരനായിരുന്നു. എന്നോട് പറഞ്ഞു ഇത്ര എമൗണ്ട് ലോൺ ക്രെഡിറ്റ് ആയിട്ടുണ്ട് കഴിഞ്ഞ മാസം 28-ാം തീയതി. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് റീപേ ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ നോട്ട് പിക്ക് ഫാമിലിയിലേക്കൊക്കെ അയക്കുമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇവർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഉടനെ തന്നെ സൈബർ സെല്ലിൽ പോയിട്ട് പറഞ്ഞു. പിന്നെ ഇവർ വാട്സപ്പിലൊക്കെ എനിക്ക് നോട്ട് പിക്കുകളൊക്കെ അയച്ചു തരാൻ തുടങ്ങി. കുറേ ഫോഴ്സ് ചെയ്യുന്നുണ്ട്, റീപേ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് അയച്ചു തന്നു എനിക്ക്. അത് തന്നെ കയറിയിട്ട് പേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പക്ഷേ അത് ഓപ്പൺ ചെയ്തിട്ടില്ല. ശരിക്കും ഈ ലോൺ ആപ്പിൽ നിന്ന് പണം എടുത്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ എടുത്തിട്ടില്ല. ഞാനൊരു 1.5 വർഷം മുമ്പായിട്ടൊരു ഫിനാൻഷ്യൽ പ്രശ്നം വന്ന സമയത്ത് ചെക്ക് ചെയ്തിട്ടുണ്ട്. അല്ലാതെ എനിക്കന്ന് സിബിൽ സ്കോർ കുറവാന്നൊക്കെ പറഞ്ഞിട്ട് റിജക്റ്റ് ആവുക ചെയ്തുള്ളൂ. ലോണൊന്നും എടുത്തിട്ടില്ല ഇതുവരെ ആപ്പിൽ നിന്നും. കഴിഞ്ഞ മാസം 28-ാം തീയതി 3500 അപ്ലൈ ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൽ 2100 എനിക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇനി അവർക്ക് 3500 ഇനിയും പേ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പം ആ അയക്കുന്ന മെസ്സേജിൽ പ്രധാനമായിട്ട് അവരെന്താണ് പറയുന്നത്? അവർ പറയുന്നത് ഈ ക്യാഷ് പെട്ടെന്ന് തന്നെ അയച്ചു കൊടുക്കുക. അത് അവർ സമയമൊന്നും തരുന്നില്ല. 10 മിനിറ്റ് 20 മിനിറ്റിനുള്ളിൽ ഈ ക്യാഷ് അവർ പറഞ്ഞ ലിങ്കിലേക്ക് കയറിയിട്ട് അയച്ചു കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ പിക്ക് മൊത്തം ഫാമിലി ഗ്രൂപ്പിലും എൻ്റെ കോൺടാക്ട് ലിസ്റ്റിലുള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സിനോജ് തോമസിനോട് വിവരങ്ങൾ ചോദിക്കാം. സിനോജ്, ഈ ലോൺ ആപ്പ് തട്ടിപ്പ് സംഘത്തിന്റെ കെണിയിൽ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ പെട്ടുപോകുന്ന ആളുകളുടെ ഇത്തരത്തിലുള്ള വാർത്തകൾ അവസാനിക്കുന്നേയില്ല. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നത് അത്രയും ഈ ലോൺ ആപ്പ് സംഘത്തിൽ നിന്ന് വായ്പ എടുത്ത ആളുകളെ മോർഫ് ചെയ്യുന്ന ചിത്രങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു നൽകിയൊക്കെ ഭീഷണിപ്പെടുന്നതായിരുന്നു. ഇപ്പോൾ ഇത്തരത്തിൽ തട്ടിപ്പ് സംഘത്തിന്റെ ഭാഗത്തുനിന്ന് പണം വാങ്ങാത്ത ആളുകളെയും കൂടി ഇക്കൂട്ടർ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി തുടങ്ങിയോ? തീർച്ചയായും ഷിഹാസ്, അതായത് ഇത്രയും കാലം നമ്മൾ വാർത്തകൾ നൽകിയിട്ടുള്ളത്, പരാതികൾ വന്നിട്ടുള്ളത് ലോൺ ആപ്പിൽ നിന്ന് ലോൺ എടുത്ത ശേഷം അത് തിരിച്ചടച്ച ശേഷം പണം ആവശ്യപ്പെട്ട് ഫോൺ കോളുകൾ വരുന്നതും മോർഫ് ചെയ്ത് ചിത്രങ്ങൾ അയക്കുന്നതുമാണ്. പക്ഷേ മൂഴിക്കൽ സ്വദേശിയെ മനുവിന് സംഭവിച്ചത് ലോൺ എടുത്തിട്ടില്ല, എടുക്കാതെ തന്നെ ലോൺ ആപ്പിൽ നിന്ന് ഭീഷണി വരികയാണ്. നിരന്തരം കോളുകൾ വരുന്നു, സന്ദേശങ്ങൾ വരുന്നു. അത് മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ മനുവിൻ്റെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ ബന്ധുക്കൾക്ക് കുടുംബക്കാർക്ക് തന്നെ അയച്ചു കൊടുക്കുന്ന സാഹചര്യം വരുന്നു. കുടുംബക്കാർക്ക് പോലും ഫോൺ കോൾ വരികയാണ്. മനു ഇത്തരത്തിൽ പണം വായ്പ എടുത്തിട്ടുണ്ട്, തിരിച്ചടയ്ക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഫോൺ കോളുകൾ വരെ വരുന്നു. ഇന്നും ഫോൺ കോൾ അദ്ദേഹത്തിന് വന്നിരുന്നു പറയുന്നു. ഏകദേശം ഒരു 1.5 വർഷം മുൻപാണ് പണത്തിന് ആവശ്യമുള്ളപ്പോൾ മനു ഈ ഒരു ലോൺ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിരുന്നു, കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. പക്ഷേ ലോണിന് ആപ്ലിക്കേഷൻ കൊടുക്കുകയോ ലോൺ എടുക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് മനു പറയുന്നത്. പക്ഷേ ഈ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ആളുകൾ പറയുന്നത് കഴിഞ്ഞ മാസം 28-ാം തീയതി നിങ്ങൾ 3500 രൂപയുടെ ലോണ് അത് അനുവദിച്ചിട്ടുണ്ട്, ആ പണം തിരിച്ചടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ നിരന്തരം ഫോൺ കോളുകളും സന്ദേശങ്ങളും വരുന്നത്. അതോടൊപ്പം തന്നെ ഈ മോർഫ് ചെയ്ത ചിത്രങ്ങളും വരുന്നത്. ഇനി ഏതെങ്കിലും തരത്തിൽ ഇതിനു മുൻപ് ഇൻസ്റ്റാൾ ചെയ്ത ആപ്പിൽ നിന്ന് ഇത്തരത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഫോണിൽ നിന്ന് ചിത്രങ്ങൾ എടുത്തതാണോ അല്ലെങ്കിൽ കോൺടാക്ട്സ് എടുത്തതാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും സൈബർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇനി മനുവിൻ്റെ തന്നെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് മറ്റാരെങ്കിലും ലോൺ എടുത്താണെങ്കിൽ തന്നെ മനുവിൻ്റെ ചിത്രങ്ങൾ എങ്ങനെ ലോൺ ആപ്പുകാർക്ക് കിട്ടി, മനുവിൻ്റെ കോൺടാക്ട്സ്, ബന്ധുക്കളുടെ കോൺടാക്ട്സ് എങ്ങനെ ഈ ലോൺ ആപ്പുകാർക്ക് കിട്ടി തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും സൈബർ പോലീസിൽ മനു പരാതി നൽകിയിട്ടുണ്ട്. 3500 രൂപയാണ് അനുവദിച്ചത്. അതിൽ 2000 ചില്ലറ രൂപ പാസ്സാക്കിയെന്നാണ് ഈ ലോൺ ആപ്പിൻ്റെ ആളുകൾ പറയുന്നത്. ചില ലിങ്കുകളും ഇവർ വാട്സപ്പ് വഴി അയച്ചു നൽകുന്നുണ്ട്. ലിങ്കിൽ കയറി പണം അടയ്ക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഏതായാലും മനു പണം ഇതുവരെ കൊടുത്തിട്ടില്ല. പോലീസിന് സഹായം തേടുകയും ചെയ്തിട്ടുണ്ട്. ഷിഹാസ്. ശരി സിനോജ്, അപ്പോൾ ഇത്തരത്തിലുള്ള ലോൺ ആപ്പ് സംഘത്തിന്റെ കുടുക്കിൽ ചെന്ന് പെടാതിരിക്കുക എന്നുള്ളതാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള ചില ലോൺ ആപ്പുകളുണ്ട്. അത്യാവശ്യം വന്നാൽ മാത്രം അത്തരത്തിലുള്ള ലോൺ ആപ്പുകൾ സെലക്ട് ചെയ്യുക. അല്ലാതെ ഒരു ലോൺ ആപ്പിലേക്കും നമ്മളായി ചെന്ന് തലവെച്ച് കൊടുക്കാതിരിക്കുക. ഫോണിൽ വെറുതെ ഡൗൺലോഡ് പോലും ചെയ്തിടാതിരിക്കുക. അത്തരത്തിലുള്ള ആളുകളെ പോലും ഇപ്പോൾ ഈ ലോൺ ആപ്പ് സംഘം ഭീഷണിപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് നമ്മളിപ്പോൾ കേട്ടത്.